എന്താണ് കോപ്പിറൈറ്റ്? നമുക്കൊന്ന് പരിശോധിക്കാം. തീർച്ചയായും യൂട്യൂബ് ചാനലിൽ ഗൂഗിളിൽ നിന്ന് ലഭിക്കുന്ന ചിത്രങ്ങൾ ഉപയോഗിക്കുന്നു കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം കോപ്പിറൈറ്റ് ലംഘനം നിങ്ങളുടെ ചാനലിനെ ദോഷകരമായി ബാധിക്കും. എന്താണ് കോപ്പിറൈറ്റ്? ഒരു ചിത്രം, വീഡിയോ, സംഗീതം, എഴുത്ത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു വ്യക്തിയോ സ്ഥാപനമോ നിർമ്മിക്കുമ്പോൾ അതിൻ്റെ ഉടമസ്ഥാവകാശവും അത് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള നിയമപരമായ അവകാശവുമാണ് കോപ്പിറൈറ്റ്. ഒരു ചിത്രത്തിൻ്റെ ഉടമസ്ഥന് ആ ചിത്രം മറ്റൊരാൾ ഉപയോഗിക്കാൻ അനുവാദം നൽകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശമുണ്ട്. ഗൂഗിൾ ഇമേജസ് എന്നത് ഇൻ്റർനെറ്റിലുള്ള ചിത്രങ്ങൾ കണ്ടെത്താനുള്ള ഒരു സെർച്ച് എഞ്ചിൻ മാത്രമാണ്. അവിടെ കാണുന്ന ചിത്രങ്ങളിൽ ഭൂരിഭാഗവും മറ്റൊരാൾക്ക് കോപ്പിറൈറ്റ് ഉള്ളവയായിരിക്കും. ആ ചിത്രങ്ങൾ അവരുടെ അനുമതിയില്ലാതെ യൂട്യൂബ് വീഡിയോകളിൽ ഉപയോഗിക്കുന്നത് കോപ്പിറൈറ്റ് ലംഘനമാണ്. കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ എങ്ങനെ ഒഴിവാക്കാം നോക്കാം. നിങ്ങളുടെ യൂട്യൂബ് ചാനലിൽ ചിത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ കോപ്പിറൈറ്റ് പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചില വഴികളുണ്ട്. 1. ഗൂഗിൾ ഇമേജസ്. ഗൂഗിൾ ഇമേജസിൽ യൂസേജ് റൈറ്റ്സ് ഫിൽറ്റർ ഉപയോഗിക്കുക. ഗൂഗിളിൽ ഒരു ചിത്രം തിരയുമ്പോൾ ടൂൾസ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. തുടർന്ന് യൂസേജ് റൈറ്റ്സ് എന്ന വിഭാഗത്തിൽ ക്രിയേറ്റീവ് കോമൺസ് ലൈസൻസ് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആൻഡ് അതർ ലൈസൻസ് തിരഞ്ഞെടുക്കുക. ഇങ്ങനെ ഫിൽറ്റർ ചെയ്ത് ലഭിക്കുന്ന ചിത്രങ്ങൾ അവയുടെ ലൈസൻസ് അനുസരിച്ച് ഉപയോഗിക്കാൻ സാധിക്കും. എന്നിരുന്നാലും ഓരോ ചിത്രത്തിൻ്റെയും ലൈസൻസ് ശ്രദ്ധയോടെ വായിച്ച് മനസ്സിലാക്കണം. ചിലതിന് കടപ്പാട് നൽകേണ്ടി വരും, ആട്രിബ്യൂഷൻ. മറ്റു ചിലതിന് വാണിജ്യപരമായ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാൻ അനുമതി ഉണ്ടായിരിക്കുന്നതല്ല. റോയൽറ്റി ഫ്രീ അല്ലെങ്കിൽ സ്റ്റോക്ക് ഫോട്ടോ വെബ്സൈറ്റുകൾ ഉപയോഗിക്കുക. സൗജന്യ വെബ്സൈറ്റുകൾ ഏതൊക്കെയെന്ന് നമുക്ക് നോക്കാം. അൺസ്പ്ലാഷ്, പെക്സെൽസ്, പിക്സബേ, വെക്ടീസി പോലുള്ള വെബ്സൈറ്റുകളിൽ നിന്ന് കോപ്പിറൈറ്റ് പ്രശ്നങ്ങളില്ലാതെ ചിത്രങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഇവ സാധാരണയായി ക്രിയേറ്റീവ് കോമൺസ് 0 CC0 ലൈസൻസിന് കീഴിലായിരിക്കും. അതായത് കടപ്പാട് നൽകേണ്ടതില്ല. പണം നൽകി വാങ്ങുന്ന സൈറ്റുകൾ ഷട്ടർ സ്റ്റോക്ക്, അഡോബ് സ്റ്റോക്ക്, ജെറ്റി ഇമേജസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് പണം നൽകി ലൈസൻസുള്ള ചിത്രങ്ങൾ നമുക്ക് വാങ്ങാവുന്നത്. ഇവ യൂട്യൂബ് വീഡിയോകൾ പോലുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ അനുവാദമുണ്ടാകും. സ്വന്തമായി ചിത്രങ്ങൾ നിർമ്മിക്കുക. നിങ്ങൾ സ്വന്തമായി എടുത്ത ഫോട്ടോകളെ നിർമ്മിച്ച ഗ്രാഫിക്സുകളോ ഉപയോഗിക്കുന്നത് ഏറ്റവും നല്ല മാർഗമാണ്. അപ്പോൾ കോപ്പിറൈറ്റ് നിങ്ങൾക്ക് സ്വന്തമായിരിക്കും. കോപ്പിറൈറ്റ് ഉടമയുടെ അനുമതി വാങ്ങുക. കാരണം നിങ്ങൾക്കൊരു പ്രത്യേക ചിത്രം നിർബന്ധമായും ഉപയോഗിക്കണമെങ്കിൽ അതിൻ്റെ യഥാർത്ഥ ഉടമയെ ബന്ധപ്പെട്ട അനുവാദം വാങ്ങുക. ഇത് എഴുതി വാങ്ങുന്നത് ഭാവിയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കും. ഫെയർ യൂസ്. ചില സാഹചര്യങ്ങളിൽ കോപ്പിറൈറ്റ് ഉള്ള ഉള്ളടക്കം അനുമതിയില്ലാതെ ഉപയോഗിക്കാൻ ഫെയർ യൂസ് എന്ന നിയമം അനുവദിക്കുന്നു. വിമർശനം, വാർത്താ റിപ്പോർട്ടിംഗ്, പഠനം, പാരഡി തുടങ്ങിയ ആവശ്യങ്ങൾക്ക്. എന്നാൽ യൂട്യൂബിൽ ഇത് വളരെ സങ്കീർണമായ ഒരു വിഷയമാണ്. പലപ്പോഴും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം. ഒരു ചിത്രം ഫെയർ യൂസ് ആണോ എന്ന് ഉറപ്പില്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് സുരക്ഷിതം. കോപ്പിറൈറ്റ് ലംഘനത്തിൻ്റെ അനന്തരഫലങ്ങൾ. ഒരു കോപ്പിറൈറ്റ് ലംഘനം സംഭവിച്ചാൽ യൂട്യൂബിൽ താഴെ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകാം. 1. വീഡിയോ നീക്കം ചെയ്യപ്പെടാം. വീഡിയോ ടേക്ക് ഡൗൺ. യഥാർത്ഥ ഉടമസ്ഥൻ പരാതിപ്പെട്ടാൽ നിങ്ങളുടെ വീഡിയോ യൂട്യൂബിൽ നിന്ന് നീക്കം ചെയ്യപ്പെടാം. 2. കോപ്പിറൈറ്റ് സ്ട്രൈക്ക്. നിങ്ങളുടെ ചാനലിന് ഒരു കോപ്പിറൈറ്റ് സ്ട്രൈക്ക് ലഭിക്കും. 3 സ്ട്രൈക്കുകൾ ലഭിച്ചാൽ ചാനൽ എന്നേക്കുമായി ഡിലീറ്റ് ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. 3. മോണിറ്ററൈസേഷൻ പ്രശ്നങ്ങൾ. നിങ്ങളുടെ വീഡിയോയിൽ നിന്ന് വരുമാനം ലഭിക്കുന്നത് തടസ്സപ്പെടാം, അല്ലെങ്കിൽ ആ വരുമാനം കോപ്പിറൈറ്റ് ഉടമയ്ക്ക് പോയിക്കൊണ്ടിരിക്കും. 4. നിയമപരമായ നടപടികൾ. ഗുരുതരമായ സാഹചര്യങ്ങളിൽ കോപ്പിറൈറ്റ് ഉടമയ്ക്ക് നിങ്ങൾക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും. ചുരുക്കത്തിൽ ഗൂഗിളിൽ നിന്നൊരു ചിത്രം എടുക്കുമ്പോൾ അത് കോപ്പിറൈറ്റ് ഉള്ളതാണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അത് അത്യാവശ്യമാണ്. സുരക്ഷിതമായി ഉപയോഗിക്കാൻ അനുവാദമുള്ള ചിത്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് നിങ്ങൾക്ക് വളരെ ഗുണകരമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വെൽത്ത് ഓഫ് നോളജ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോ ഷെയർ ചെയ്യുക.